നമസ്കാരം. യഥാർത്ഥ സുഹൃത്ത് ബന്ധം എന്താണ്? ഒരു സുഹൃത്ത് അയാളുടെ മുഖം വാടിയാൽ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സുഹൃത്ത്. അല്ലാതെ ആ സമയം നമുക്ക് വിഷമമുണ്ടാകുന്ന സമയം നമ്മൾ വളരെ ചെയർഫുള്ളായിരിക്കില്ല, ഒന്നിലും ആക്റ്റീവായിരിക്കില്ല. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ കാരണം കണ്ടുപിടിക്കുകയും ആ കാരണത്തിനോടൊത്ത് ഇതായിരിക്കും കാരണം എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ നിൽക്കുകയല്ലാതെ പിണങ്ങിപ്പോകുന്നവരല്ല സുഹൃത്തുക്കൾ. സുഹൃത്ത് ബന്ധത്തിന് എപ്പോഴും ദൃഢമായ സിമൻറ്റ് കൊണ്ടാണ് അത് ഉറപ്പിച്ചു വച്ചിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ കൊണ്ട് പിണങ്ങിപ്പോകുന്നത് വെറും ചെമ്മണ്ണ് കൊണ്ട് കെട്ടിയ ഒരു കെട്ടിടം അല്ലെങ്കിൽ മതിൽ മാത്രമാണ്. അതിന് നമുക്ക് സുഹൃത്ത് ബന്ധമെന്നോ സാഹോദര്യമൊന്നോ ഒന്നും പറയാൻ പറ്റില്ല. മറ്റൊരാളിനെ മനസ്സിലാക്കുക. നിങ്ങളുടെ സുഹൃത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അയാൾ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരോടുമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ബട്ട് ചില സമയം അയാൾക്ക് ഉള്ളിൽ വല്ലാത്തത് വച്ചിട്ടായിരിക്കും, നിറഞ്ഞ് നിൽക്കുന്ന ആത്മാവുമായിട്ടായിരിക്കും അയാൾ നിൽക്കുക. ചിലപ്പോൾ പുറത്ത് ചിരിച്ച് കാണിച്ചേക്കാം. പക്ഷേ അതെല്ലാം ചില ആൾക്കാരുടെ തന്ത്രങ്ങളാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള വിഷമം വെളിയിൽ കാണിക്കാതിരിക്കാൻ അതൊരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ചിരിയായിട്ടോ പുറത്ത് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരക്കാരിൽ ഒരാളായിരുന്നു ചാർലി ചാപ്ലിൻ. അങ്ങനെ ആയിക്കൂടെ നിങ്ങളുടെ സുഹൃത്ത്? അങ്ങനെ വിചാരിച്ചൂടെ? അതിനിടയ്ക്ക് പിണങ്ങിപ്പോയി മാറി നിന്ന് ഒന്ന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അങ്ങനെയല്ല. ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. ചിലർ കരഞ്ഞ് കാണിക്കും, അല്ലെങ്കിൽ സങ്കടപ്പെട്ട് കാണിക്കും, അയ്യോ എനിക്ക് വയ്യ, അങ്ങനെയൊക്കെ കാണിക്കും. ചിലരങ്ങനെയല്ല, പുറത്ത് കാണിക്കില്ല. സുഹൃത്തുക്കൾ അതറിയേണ്ടതാണ്. യഥാർത്ഥ സുഹൃത്താണെങ്കിൽ ആ സുഹൃത്ത് ബന്ധം അവർക്ക് മനസ്സറിയണം, മറ്റേ സുഹൃത്തിൻ്റെ മനസ്സറിയണം. അതനുസരിച്ച് പെരുമാറുന്നതാണ് യഥാർത്ഥ സൗഹൃദം. അല്ലാതെ ഈ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനെ സുഹൃത്ത് ബന്ധമെന്ന് പറയാൻ പറ്റില്ല.